വെൽക്കം ടു ചക്രവാണി ക്ലാസ്സസ് 2.0. ഇന്ന് നടന്ന മൂന്നാം ഘട്ട ഡിഗ്രി പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻസും ഉത്തരങ്ങളുമാണ് പറയുന്നത്. നമ്മുടെ കയ്യിലുള്ള കോഡ് എന്ന് പറയുന്നത് 71/2024 കോഡ് സി. ഒന്നാമത്തെ ചോദ്യം, പട്ടിക 1-നെ പട്ടിക 2-മായി ചേരുംപടി ചേർക്കുക. ചുവടെ നൽകിയിരിക്കുന്ന കോഡുകൾ ഉപയോഗിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. പട്ടിക 1 അന്തരീക്ഷത്തിന്റെ പാളികളാണ് തന്നിരിക്കുന്നത്. പട്ടിക 2 അതിന്റെ സവിശേഷതകൾ. ആദ്യം പട്ടിക 1 വായിക്കാം. അന്തരീക്ഷത്തിന്റെ പാളികൾ: ഒന്ന് സ്ട്രാറ്റോസ്ഫിയർ, അടുത്തത് എക്സോസ്ഫിയർ, അടുത്തത് ട്രോപ്പോസ്ഫിയർ, ഓപ്ഷൻ ഡി അയണോസ്ഫിയർ. ഇനി പട്ടിക 2 സവിശേഷതകൾ പറഞ്ഞിട്ടുള്ളത്, അതിൽ ഒന്നാമത്തേത് ഉയരം കൂടുന്നതിനനുസരിച്ച് താപനില കുറയുന്നു. 2 അറോറ ബോറിയാലിസ്, അറോറ ഓസ്ട്രാലിസ് എന്നിവ നിർമ്മിക്കപ്പെടുന്നു. മൂന്നാമത്തേത് മൊത്തം അന്തരീക്ഷ ഓസോണിന്റെ ഭൂരിഭാഗവും അടങ്ങിയിരിക്കുന്നു. 4 ഓക്സിജൻ, ഹൈഡ്രജൻ, ഹീലിയം എന്നിവയുടെ ആറ്റങ്ങൾ. ഇതിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. അതായത് സ്ട്രാറ്റോസ്ഫിയർ മൊത്തം അന്തരീക്ഷ ഓസോണിന്റെ ഭൂരിഭാഗവും അടങ്ങിയിരിക്കുന്നു. എക്സോസ്ഫിയർ ഓക്സിജൻ, ഹൈഡ്രജൻ, ഹീലിയം എന്നിവയുടെ ആറ്റങ്ങൾ. ട്രോപ്പോസ്ഫിയർ ഉയരം കൂടുന്നതിനനുസരിച്ച് താപനില കുറയുന്നു. അല്ല ഡി എന്ന് പറയുന്നത് അയണോസ്ഫിയർ വരുന്നത് അറോറ ബോറിയാലിസ്, അറോറ ഓസ്ട്രാലിസ് എന്നിവ നിർമ്മിക്കപ്പെടുന്നു. അപ്പോൾ ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഇനി രണ്ടാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ദേശീയ ജലപാത 3 ഇവക്കിടയിൽ വ്യാപിച്ചു കിടക്കുന്നു. ഉത്തരം ഓപ്ഷൻ സി കോട്ടപ്പുറം, കൊല്ലം. ഇനി മൂന്നാമത്തെ ചോദ്യം, പട്ടിക 1-നെ പട്ടിക 2-മായി ചേരുംപടി ചേർക്കുക. ചുവടെ നൽകിയിരിക്കുന്ന കോഡുകൾ ഉപയോഗിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ഇതിൽ പട്ടിക 1-ൽ പറഞ്ഞിരിക്കുന്ന ഉപഗ്രഹങ്ങളും പട്ടിക 2-ലെ രാജ്യങ്ങളുമാണ്. ആദ്യം പട്ടിക 1 വായിക്കാം. ഒന്നാമത്തേത് GOES, 2 ഇൻസാറ്റ്, 3 സ്പോട്ട്, നാലാമത്തേത് ഉൽക്ക 3. ഇനി പട്ടിക 2 രാജ്യങ്ങളാണ് പറയുന്നത്. അതിൽ ഒന്നാമത്തേത് ഫ്രാൻസ്, 2 USA, 3 റഷ്യ, 4 ഇന്ത്യ. ഇതിന്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ഡി ആണ്. അതായത് GOES ഗോസ് USA-യുടേത്, ഇൻസാറ്റ് ഇന്ത്യ, മൂന്നാമത്തെ സ്പോട്ട് വരുന്നത് ഫ്രാൻസ്, ഡി ഉൽക്ക 3 റഷ്യ. അപ്പോൾ ഉത്തരം ഓപ്ഷൻ ഡി 2, 4, 1, 3 എന്ന് വരും. ഇനി നാലാമത്തെ ചോദ്യം, താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിച്ച് താഴെ നൽകിയിരിക്കുന്ന കോഡുകൾ ഉപയോഗിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ഇതിൽ പ്രസ്താവനകൾ 1 പറയുന്നത് ബാബർ ട്രാക്ട് ഒരു കല്ലുകൊണ്ട് പതിച്ച മേഖലയാണ്. രണ്ടാമത്തെ പ്രസ്താവന ഭംഗർ പുതിയ അലൂവിയത്തെ പ്രതിനിധീകരിക്കുന്നു. 3 ഖാദർ പഴയ അലൂവിയത്തെ പ്രതിനിധീകരിക്കുന്നു. 4 ടെറായി അമിതമായ നനവുള്ള ഒരു മേഖലയാണ്. ഇതിൽ ശരിയായിട്ട് വരുന്നത് 1ഉം 4ഉമാണ്. അതായത് ബാബർ ട്രാക്ട് ഒരു കല്ലുകൊണ്ട് പതിച്ച മേഖലയാണ്. നാലാമത്തേത് ടെറായി അമിതമായ നനവുള്ള ഒരു മേഖലയാണ്. അപ്പോൾ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി 1, 4 എന്നിവ ശരിയാണ്. ഇനി അഞ്ചാമത്തെ ചോദ്യം, താഴെ പറയുന്ന ദേശീയോദ്യാനങ്ങളിൽ ഏറ്റവും അധികം സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്നത് എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ സി സൈലന്റ് വാലി. ആറാമത്തെ ചോദ്യം, സാമൂഹികമായും വിദ്യാഭ്യാസപരമായും പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളെ അംഗീകരിക്കാൻ സംസ്ഥാനങ്ങൾക്ക് അധികാരം പുനഃസ്ഥാപിച്ച ഭരണഘടനാ ഭേദഗതി. ഉത്തരം ഓപ്ഷൻ സി 105. ഏഴാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ഔദ്യോഗിക കാലിഗ്രാഫർ. ഉത്തരം ഓപ്ഷൻ എ പ്രേം ബിഹാരി നരേൻ റൈസാദ. എട്ടാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 248-ൽ ഡാഷ് പ്രതിപാദിക്കുന്നു. ഉത്തരം ഓപ്ഷൻ ഡി കൺകറന്റ് ലിസ്റ്റിലോ സംസ്ഥാന ലിസ്റ്റിലോ ഉൾപ്പെടുത്തിയിട്ടില്ലാത്ത ഏതെങ്കിലും വിഷയവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും നിയമം നിർമ്മിക്കാനുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ അധികാരം. ഒൻപതാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായി തദ്ദേശ സ്ഥാപനങ്ങളിൽ സ്ത്രീകൾക്ക് 50% സംവരണം നൽകിയ സംസ്ഥാനം. ഉത്തരം ഓപ്ഷൻ എ ബീഹാർ. പത്താമത്തെ ചോദ്യം, SR ബൊമ്മൈ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ എ ആർട്ടിക്കിൾ 356. 11ാമത്തെ ചോദ്യം, കമ്പ്യൂട്ടറിൽ ബൂട്ടപ്പ് പ്രോഗ്രാം ഹോൾഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെമ്മറി. ഉത്തരം ഓപ്ഷൻ എ റീഡ് ഒൺലി മെമ്മറി. 12ാമത്തെ ചോദ്യം, ഒരു ഹൈ ലെവൽ ഭാഷാ പ്രോഗ്രാമിനെ മെഷീൻ ഭാഷയിലേക്ക് വരിവരിയായി പരിവർത്തനം ചെയ്യുന്ന സിസ്റ്റം സോഫ്റ്റ്വെയറിന്റെ പേര്. ഉത്തരം ഓപ്ഷൻ സി ഇന്റർപ്രറ്റർ. 13ാമത്തെ ചോദ്യം, നാഷണൽ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടലിൽ സൈബർ കുറ്റകൃത്യം റിപ്പോർട്ട് ചെയ്യുന്നതിനുള്ള 4 അക്ക ഹെൽപ്പ് ലൈൻ നമ്പർ ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി 1930.
14ാമത്തെ ചോദ്യം ICANN എന്താണ് സൂചിപ്പിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ ഡി, ഇന്റർനെറ്റ് കോർപ്പറേഷൻ ഫോർ അസൈൻഡ് നെയിംസ് ആൻഡ് നമ്പേഴ്സ്. 15ാമത്തെ ചോദ്യം ജനപ്രിയ ഓൺലൈൻ ചാറ്റ് പ്ലാറ്റ്ഫോമുകളിലൊന്നായ ഒമേഗലിന്റെ പ്രവർത്തനം 2023 നവംബർ 8 അടച്ചുപൂട്ടി. ഒമേഗലിന്റെ സ്ഥാപകൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി, ലീഫ് കെ ബ്രൂക്സ്. 16ാമത്തെ ചോദ്യം മുഗൾ കലയെയും വാസ്തുവിദ്യയെയും സംബന്ധിച്ച താഴെ പറയുന്ന പ്രസ്താവന പരിഗണിക്കുക. ഒന്നാമത്തെ പ്രസ്താവന സനാഡുവിലെ ഖുബ്ലൈ ഖാൻസ് കൊട്ടാരത്തിന്റെ സ്വപ്ന മാതൃകയായ ഫത്തേപൂർ സിക്രി അക്ബർ നിർമ്മിച്ചു. രണ്ടാമത്തെ പ്രസ്താവന ജഹാംഗീർ ആരംഭിച്ചത് ഇൻഡോ ഇസ്ലാമിക് ബറോക്ക് ശൈലിയാണ്. മൂന്നാമത്തെ പ്രസ്താവന ആഗ്രയിലെ മോത്തി മസ്ജിദ് ഔറംഗസേബ് നിർമ്മിച്ചതാണ്. ഇതിലെ ഉത്തരം ഓപ്ഷൻ സി ആണ്, 1ഉം 3ഉം എന്നുള്ളത്. ഒന്നാമത്തെ എന്ന് പറയുന്നത് സനാഡുവിലെ ഖുബ്ലൈ ഖാൻസ് കൊട്ടാരത്തിന്റെ സ്വപ്ന മാതൃകയായ ഫത്തേപൂർ സിക്രി അക്ബർ നിർമ്മിച്ചു. 3 പറയുന്നത് ആഗ്രയിലെ മോത്തി മസ്ജിദ് ഔറംഗസേബ് നിർമ്മിച്ചതാണ്. 17ാമത്തെ ചോദ്യം ഫ്രഞ്ച് വിപ്ലവത്തിന്റെ കാരണങ്ങളുമായി ബന്ധപ്പെട്ട വസ്തുതകൾ. ഒന്നാമത്തെ പ്രസ്താവന ഫ്രാൻസിൽ നേരിട്ടുള്ള നികുതികൾ സംസ്ഥാന ഉദ്യോഗസ്ഥരല്ല സ്വകാര്യ വ്യക്തികളോ കമ്പനികളോ ആണ് പിരിച്ചെടുത്തിരുന്നത്. രണ്ടാമത്തെ പ്രസ്താവന റോം കത്തോലിക്ക സഭയിലെ വൈദികർ സംസ്ഥാനത്തെ ആദ്യ ക്രമം രൂപീകരിച്ചു. അത് സമ്പന്നവും ശക്തവുമായിരുന്നു. ഫ്രാൻസിന്റെ ഭൂപ്രദേശത്തിന്റെ 1/5 ഭാഗവും അതിന്റെ ഉടമസ്ഥതയിലായിരുന്നു. മൂന്നാമത്തെ പ്രസ്താവന വിപ്ലവമുണ്ടായത് തത്വചിന്തകർ മൂലമല്ല, മറിച്ച് ദേശീയ ജീവിതത്തിന്റെ അവസ്ഥയും തിന്മകളും ഭരണകൂടത്തിന്റെ തെറ്റുകളും കാരണമാണ്. ഇതിന്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ബി ആണ്, ഒള്ളി 2ഉം 3ഉം. രണ്ടാമത്തെ എന്ന് പറയുന്നത് റോം കത്തോലിക്ക സഭയിലെ വൈദികർ സംസ്ഥാനത്തെ ആദ്യ ക്രമം രൂപീകരിച്ചു. അത് സമ്പന്നവും ശക്തവുമായിരുന്നു. ഫ്രാൻസിന്റെ ഭൂപ്രദേശത്തിന്റെ 1/5 ഭാഗവും അതിന്റെ ഉടമസ്ഥതയിലായിരുന്നു. ഇനി മൂന്നാമത്തെ പ്രസ്താവന എന്ന് പറയുന്നത് വിപ്ലവം ഉണ്ടായത് തത്വചിന്തകർ മൂലമല്ല, മറിച്ച് ദേശീയ ജീവിതത്തിന്റെ അവസ്ഥയും തിന്മകളും ഭരണകൂടത്തിന്റെ തെറ്റുകളും കാരണമാണ്. 18ാമത്തെ ചോദ്യം UNOയുമായി ബന്ധപ്പെട്ട വസ്തുതകൾ. ഒന്നാമത്തെ പ്രസ്താവന സാൻ ഫ്രാൻസിസ്കോയിൽ പ്രതിനിധീകരിച്ച 50 പ്രാരംഭ അംഗങ്ങളുടെ കാര്യത്തിൽ UN ലീഗ് ഓഫ് നേഷൻസുമായി സാമ്യം പ്രകടമാക്കി. 2. അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും നിലനിർത്താനും ഏതെങ്കിലും രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുന്നത് വിലക്കിയും ലക്ഷ്യങ്ങൾക്ക് അനുകൂലമായ രാഷ്ട്രീയ സാമ്പത്തിക സാമൂഹിക സാഹചര്യം സ്ഥാപിക്കുന്നതിൽ സഹകരിക്കാനും ചാർട്ടർ അംഗങ്ങൾ പ്രതിജ്ഞ എടുത്തു. മൂന്നാമത്തെ പ്രസ്താവന ഡിസംബറിലെ ടെഹ്റാൻ സമ്മേളനത്തിൽ റൂസ്വെൽറ്റ് ചർച്ചിലും സ്റ്റാലിനും ജനാധിപത്യ രാഷ്ട്രത്തിന്റെ ഒരു ലോക കുടുംബത്തിനു വേണ്ടി ആഹ്വാനം ചെയ്തു. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 1, 2, 3. അതായത് ഇതിലെ എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ഇനി 19ാമത്തെ ചോദ്യം പ്ലാസ്റ്റിക് മലിനീകരണവുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന വസ്തുതകൾ പരിഗണിക്കുക. ഒന്നാമത്തെ പ്രസ്താവന ലോകമെമ്പാടും ഓരോ വർഷവും 400 ദശലക്ഷം ടണ്ണിലധികം പ്ലാസ്റ്റിക്കുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. അതിൽ പകുതിയും ഒരിക്കൽ മാത്രമേ ഉപയോഗിക്കാവൂ. 10% താഴെ മാത്രമേ റീസൈക്കിൾ ചെയ്യപ്പെടുന്നുള്ളൂ. രണ്ടാമത്തെ പ്രസ്താവന മൈക്രോ പ്ലാസ്റ്റിക് 5 മില്ലിമീറ്ററോളം വ്യാസമുള്ള ചെറിയ പ്ലാസ്റ്റിക് കണങ്ങൾ കുടിവെള്ളത്തിലേക്ക് വഴി കണ്ടെത്തുക. മൂന്നാമത്തെ പ്രസ്താവന പ്രതിവർഷം ഏകദേശം 11 ദശലക്ഷം ടൺ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ സമുദ്രങ്ങളിലേക്ക് ഒഴുകുന്നു. ഇത് 2040 3 ഇരട്ടിയാകും. ഇതിന്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 1, 2, 3. അതായത് 3 പ്രസ്താവനകളും ശരിയാണ്. ഇനി 20ാമത്തെ ചോദ്യം കേന്ദ്ര വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട വസ്തുതകൾ പരിഗണിക്കുക. ഒന്നാമത്തെ പ്രസ്താവന ശ്രീ ഹീരാലാൽ സമരിയ മുഖ്യ വിവരാവകാശ കമ്മീഷണർ. രണ്ടാമത്തെ പ്രസ്താവന 2005 ഒക്ടോബർ 12 മുതൽ കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നു. മൂന്നാമത്തെ പ്രസ്താവന കമ്മീഷന്റെ അധികാര പരിധി എല്ലാ കേന്ദ്ര സംസ്ഥാന പൊതു അധികാരികളിലേക്കും വ്യാപിച്ചിരിക്കുന്നു. ഉത്തരം ഓപ്ഷൻ സി, 1, 2, 3. 3 പ്രസ്താവനകളും ശരിയാണ്. 21ാമത്തെ ചോദ്യം കൂടിയാട്ടം ശാസ്ത്രീയമായി എഴുതിയ ആധികാരിക ഗ്രന്ഥം. ഉത്തരം ഓപ്ഷൻ സി, നാട്യകൽപദ്രുമം. 22ാമത്തെ ചോദ്യം യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള 2 കേരളീയ ദൃശ്യകലകൾ ഏവയാണ്? ഉത്തരം ഓപ്ഷൻ ഡി, കൂടിയാട്ടവും മുടിയേറ്റും. 23ാമത്തെ ചോദ്യം ഒളിമ്പിക്സിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ഏതു രാജ്യത്ത് നിന്നുള്ള ടീമാണ് എപ്പോഴും ആദ്യം മാർച്ച് ചെയ്യുന്നത്? ഉത്തരം ഓപ്ഷൻ എ, ഗ്രീസ്.
24-ാമത്തെ ചോദ്യം, ഡേവിസ് കപ്പ് എന്തിനുള്ളതാണ്? ഉത്തരം ഓപ്ഷൻ ബി ടെന്നീസ്. 25-ാമത്തെ ചോദ്യം, നന്ദനാർ ആരുടെ തൂലികാ നാമമാണ്? ഉത്തരം ഓപ്ഷൻ എ PC കുട്ടിക്കൃഷ്ണൻ. 26-ാമത്തെ ചോദ്യം, താഴെ പറയുന്ന ഇന്ത്യൻ ശാസ്ത്രജ്ഞരിൽ ആർക്കാണ് ഭാരതരത്നം ലഭിച്ചത്? അതിൽ 3 പേരെ തന്നിട്ടുണ്ട്. ഓപ്ഷൻസ് ഇതൊക്കെയാണ്: വിക്രം സാരാഭായ്, APJ അബ്ദുൽ കലാം, ഹോമി ഭാഭ. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ഒള്ളി 2, അതായത് APJ അബ്ദുൽ കലാമിന് മാത്രം. 27-ാമത്തെ ചോദ്യം, ആദിത്യ L1 ദൗത്യത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ ഇവയാണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, സോളാർ അപ്പർ അറ്റ്മോസ്ഫെറിക് ചലനാത്മകതയെക്കുറിച്ചുള്ള പഠനം. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, സൗരോർജ പ്രതലത്തിൽ സുരക്ഷിതവും മൃദുലവുമായ ലാൻഡിംഗ് തെളിയിക്കാൻ. മൂന്നാമത്തെ പ്രസ്താവന, റോവർ സൂര്യനിൽ കറങ്ങുന്നത് കാണിക്കാൻ. ഉത്തരം ഓപ്ഷൻ സി ഒള്ളി 1, അതായത് സോളാർ അപ്പർ അറ്റ്മോസ്ഫെറിക് ചലനാത്മകതയെക്കുറിച്ചുള്ള പഠനം. ഇനി 28-ാമത്തെ ചോദ്യം, ദേശീയ ഹരിത ഹൈഡ്രജൻ ദൗത്യത്തെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് അല്ലെങ്കിൽ ഏതൊക്കെയാണ് ശരി? പ്രസ്താവനകൾ: ഒന്നാമത്തേത്, ഗ്രീൻ ഹൈഡ്രജന്റെയും അതിൻ്റെ ഡെറിവേറ്റീവുകളുടെയും ഉൽപാദനത്തിനും ഉപയോഗത്തിനും കയറ്റുമതിക്കുമുള്ള ആഗോള കേന്ദ്രമായി ഇന്ത്യയെ മാറ്റുക. രണ്ടാമത്തെ പ്രസ്താവന, ദൗത്യം സമ്പദ് വ്യവസ്ഥയുടെ ഗണ്യമായ കാർബണൈസേഷനിലേക്കും ജലവൈദ്യുത പദ്ധതികളെ കൂടുതൽ ആശ്രയിക്കുന്നതിലേക്കും നയിക്കും. മൂന്നാമത്തെ പ്രസ്താവന, ശുദ്ധമായ ഊർജത്തിലൂടെ ആത്മനിർഭർ ആകാനുള്ള ഇന്ത്യയുടെ ലക്ഷ്യത്തിന് ഇത് സംഭാവന നൽകുകയും ആഗോള ശുദ്ധ ഊർജ പരിവർത്തനത്തിന് പ്രചോദനമാകുകയും ചെയ്യും. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, മുകളിൽ പറഞ്ഞവയെല്ലാം. 1, 2, 3. 29-ാമത്തെ ചോദ്യം, താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് അല്ലെങ്കിൽ ഏതൊക്കെയാണ് ശരി? പ്രസ്താവന 1, പരിസ്ഥിതി സംരക്ഷണ നിയമം 1986-ൽ നിലവിൽ വന്നു. രണ്ടാമത്തെ പ്രസ്താവന, 1980-ലെ വനസംരക്ഷണ നിയമം രാജ്യത്തെ വനങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നിലവിൽ വന്നു. മൂന്നാമത്തെ പ്രസ്താവന, ദേശീയ ഹരിത ട്രൈബ്യൂണൽ ആക്ട് 2020 പ്രകാരം 18/10/2020 ദേശീയ ഹരിത ട്രൈബ്യൂണൽ സ്ഥാപിതമായി. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്, ഒള്ളി 1ഉം 2ഉം. അതായത് പരിസ്ഥിതി സംരക്ഷണ നിയമം 1986-ൽ നിലവിൽ വന്നു. രണ്ടാമത്തെ പ്രസ്താവന, 1980-ലെ വനസംരക്ഷണ നിയമം രാജ്യത്തെ വനങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നിലവിൽ വന്നു. 30-ാമത്തെ ചോദ്യം, താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് അല്ലെങ്കിൽ ഏതൊക്കെയാണ് ശരി? ഒന്നാമത്തെ പ്രസ്താവന, ശനിയുടെ ഉപഗ്രഹമായ മിമാസിനുള്ളിൽ അടുത്തിടെ രൂപം കൊണ്ട സമുദ്രം ശാസ്ത്രജ്ഞർ കണ്ടെത്തി. രണ്ടാമത്തെ പ്രസ്താവന, 3D പ്രിന്റർ യഥാർത്ഥ കാര്യം പോലെ പ്രവർത്തിക്കുന്ന മസ്തിഷ്ക കോശങ്ങളെ സൃഷ്ടിക്കുന്നു. മൂന്നാമത്തെ പ്രസ്താവന, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലെ ദുബായിൽ നടന്ന UN കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം 2023 ഡിസംബർ 3-ന് അവസാനിച്ചു. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ഒള്ളി 1, അതായത് ശനിയുടെ ഉപഗ്രഹമായ മിമാസിനുള്ളിൽ അടുത്തിടെ രൂപം കൊണ്ട സമുദ്രം ശാസ്ത്രജ്ഞർ കണ്ടെത്തി. 31-ാമത്തെ ചോദ്യം, പോർച്ചുഗീസിനെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് അല്ലെങ്കിൽ ഏതൊക്കെയാണ് ശരി? ഒന്നാമത്തെ പ്രസ്താവന, 1510-ന്റെ തുടക്കത്തിൽ അൽബുക്കർക്ക് ഗോവ പിടിച്ചെടുത്തു. രണ്ടാമത്തെ പ്രസ്താവന, പോർച്ചുഗലിലെ രാജാവായ ഇമ്മാനുവലിന്റെ പ്രചോദനത്താൽ വാസ്കോഡ ഗാമ ഇന്ത്യയിലേക്കുള്ള ഒരു സമുദ്രപാത കണ്ടെത്താൻ ശ്രമിക്കുന്നു. രണ്ടാമത്തെ പ്രസ്താവന, പോർച്ചുഗീസുകാരുടെ കീഴിൽ കൊച്ചി അതിവേഗം വിശാലവും അഭിവൃദ്ധി പ്രാപിക്കുന്നതുമായ ഒരു പട്ടണമായി വളർന്നു. അവരുടെ നല്ല കാലങ്ങളിൽ അത് ഗോവയ്ക്ക് ശേഷമുള്ള മലബാർ തീരത്തെ ഏറ്റവും മികച്ചതും വലുതുമായ നഗരം ആയിരുന്നു. ഇതിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ 1, 2, 3, അതായത് ഈ പറഞ്ഞ 3 പ്രസ്താവനകളും ശരിയാണ്. 32-ാമത്തെ ചോദ്യം, മാർത്താണ്ഡവർമ്മയെ കുറിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരി? ഒന്നാമത്തെ പ്രസ്താവന, 1741-ലെ കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തി. രണ്ടാമത്തെ പ്രസ്താവന, 1757-ലെ മാവേലിക്കര ഉടമ്പടി പ്രകാരം തിരുവിതാംകൂറും കൊച്ചിയും സൗഹൃദ ബന്ധം സ്ഥാപിച്ചു. മൂന്നാമത്തെ പ്രസ്താവന, മണ്ഡപത്ത് വാതുക്കൽ എന്നാണ് സേനാ ആസ്ഥാനത്തിന് നൽകിയിരിക്കുന്ന പേര്. ഇതിൽ ശരിയായിട്ട് വരുന്നത് ഉത്തരം ഓപ്ഷൻ എ ഒള്ളി 1ഉം 2ഉം. ഒന്നാമത്തെ പ്രസ്താവന എന്ന് പറയുന്നത് 1741-ലെ കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തി, അത് ശരിയാണ്. രണ്ടാമത്തെ പ്രസ്താവന, 1757-ലെ മാവേലിക്കര ഉടമ്പടി പ്രകാരം തിരുവിതാംകൂറും കൊച്ചിയും സൗഹൃദ ബന്ധം സ്ഥാപിച്ചു, അതും ശരിയാണ്. 33-ാമത്തെ ചോദ്യം, വൈക്കം സത്യാഗ്രഹത്തെക്കുറിച്ച് താഴെ പറയുന്ന വസ്തുതകളിൽ ഏതൊക്കെയാണ് ശരി? ഒന്നാമത്തെ പ്രസ്താവന,
വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് EV രാമസ്വാമി നായ്ക്കർ അറസ്റ്റിലായി. രണ്ടാമത്തെ പ്രസ്താവന 1924 വെള്ളപ്പൊക്ക സമയത്തും വൈക്കം സത്യാഗ്രഹം തുടർന്നു. മൂന്നാമത്തെ പ്രസ്താവന നിയമസഭ 1925 ഫെബ്രുവരി 7 വോട്ട് ചെയ്തു. 22 പേരെ പിന്തുണച്ചു, 21 പേരെ നിരസിച്ചു. ഉത്തരം ഓപ്ഷൻ ഡി 1, 2, 3. അതായത് പറഞ്ഞ 3 പ്രസ്താവനകളും ശരിയാണ്. 34ാമത്തെ ചോദ്യം നിയമലംഘന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട വസ്തുതകൾ. അതിൽ ഒന്നാമത്തെ പ്രസ്താവന പൂർണ്ണ സ്വരാജിനു വേണ്ടി ഗാന്ധി അഹിംസാത്മക സമരം പ്രഖ്യാപിച്ചു. രണ്ടാമത്തെ പ്രസ്താവന ഗാന്ധിയുടെ ദണ്ഡി മാർച്ച് മാർച്ച് 12 മുതൽ ഏപ്രിൽ 6 വരെ സബർമതിയിൽ നിന്ന് ഗുജറാത്തിന്റെ ഹൃദയഭൂമിയിലൂടെ കടലിലേക്ക്. മൂന്നാമത്തെ പ്രസ്താവന ഉപ്പിന്റെ പ്രശ്നത്തെ ചുറ്റിപ്പറ്റി നിങ്ങൾ ഒരു നല്ല തന്ത്രം ആസൂത്രണം ചെയ്തു. 1931 ഫെബ്രുവരിയിൽ ഗാന്ധിജിയോട് നെഹ്റു സമ്മതിച്ചു. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി 1, 2, 3. അതായത് പറഞ്ഞ 3 പ്രസ്താവനകളും ശരിയാണ്. 35ാമത്തെ ചോദ്യം സാമൂഹിക സ്ഥാപനങ്ങളുമായും പരിഷ്കാരങ്ങളുമായും ബന്ധപ്പെട്ട വസ്തുതകൾ പരിഗണിക്കുക. ഒന്നാമത്തെ പ്രസ്താവന 1829 ഡിസംബർ 4 ഹിന്ദുക്കളുടെ വിധവകളെ ജീവനോടെ കത്തിക്കുന്ന അല്ലെങ്കിൽ ജീവനോടെ കുഴിച്ചു മൂടുന്ന സതി ആചാരം ക്രിമിനൽ കോടതികൾ നിയമവിരുദ്ധവും ശിക്ഷാർഹവുമാണെന്ന് പ്രഖ്യാപിച്ചു. രണ്ടാമത്തെ പ്രസ്താവന വിദ്യാഭ്യാസം, സാമ്പത്തിക സമ്മർദ്ദം, കൂട്ടുകുടുംബ വ്യവസ്ഥയുടെ തകർച്ച എന്നിവ മൂലമാണ് വിദ്യാസമ്പന്നരായ വിഭാഗങ്ങൾക്കിടയിൽ വിവാഹപ്രായം വർദ്ധിക്കുന്നത്. മൂന്നാമത്തെ പ്രസ്താവന ബ്രിട്ടീഷ് ഗവൺമെന്റ് ജാതിയുടെയും കുടുംബത്തിന്റെയും കാര്യത്തിൽ ഇടപെടാത്ത നയമാണ് പിന്തുടർന്നത്. ഈ സ്ഥാപനങ്ങളെ അടയാളപ്പെടുത്തിയ മാറ്റങ്ങൾ മിക്കവാറും സർക്കാർ നടപടികളല്ല, മറിച്ച് സാമൂഹിക സ്വഭാവമുള്ള ഘടകങ്ങളാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ 1, 2, 3. പറഞ്ഞ 3 പ്രസ്താവനകളും ശരിയാണ്. 36ാമത്തെ ചോദ്യം സർവീസ് ഡെലിവറി മേഖലയിലെ പ്രതീക്ഷകളും മാനദണ്ഡങ്ങളും വ്യക്തമായി ക്രോഡീകരിക്കുന്ന പൗരന്മാരും സേവന വിതരണ ദാതാക്കളും തമ്മിലുള്ള പൊതു കരാറുകൾ, പൊതു ഉടമ്പടി തിരിച്ചറിയുക. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി സിറ്റിസൺ ചാർട്ടർ. 37ാമത്തെ ചോദ്യം NSSOന്റെ പൂർണ്ണരൂപം. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി നാഷണൽ സാമ്പിൾ സർവേ ഓഫീസ്. 38ാമത്തെ ചോദ്യം കേരളത്തിലെ അട്ടപ്പാടി മണ്ണ് സംരക്ഷണ പദ്ധതിക്ക് സഹായം ലഭിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ എ ജപ്പാൻ ഇന്റർനാഷണൽ കോഓപ്പറേഷൻ ഏജൻസി. 39ാമത്തെ ചോദ്യം NREGA സോഫ്റ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ബി NREGA. 40 ഭരണത്തിലെ ഹ്യൂമൻ റിലേഷൻസ് തിയറിയുടെ ജന്മസ്ഥലമായി കണക്കാക്കപ്പെടുന്നത് ഏത്? ഉത്തരം ഓപ്ഷൻ ഡി വെസ്റ്റേൺ ഇലക്ട്രിക്കൽ കമ്പനിയുടെ ഹാത്രോൺ പ്ലാന്റ്. 41ാമത്തെ ചോദ്യം മലയാളത്തിലെ ആദ്യത്തെ കളർ സിനിമ ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി കണ്ടം ബച്ച കോട്ട്. 42 ഓണം പരാമർശിക്കുന്ന ഒരു സംഘം കാലഘട്ടത്തിലെ കൃതി. ഉത്തരം ഓപ്ഷൻ സി മധുരൈ കാഞ്ചി. 43ാമത്തെ ചോദ്യം മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ട എഴുത്തുകാരൻ. ഉത്തരം ഓപ്ഷൻ ഡി CV രാമൻപിള്ള. 44 ഹമാസ് ഇസ്രായേൽ സംഘർഷത്തിനിടെ ഇസ്രായേലിൽ ദേശീയ നിലവാരം തിരിച്ചു കൊണ്ടുവരാൻ ഇന്ത്യ ആരംഭിച്ച രക്ഷാപ്രവർത്തനം. ഉത്തരം ഓപ്ഷൻ എ ഓപ്പറേഷൻ അജയ്. 45ാമത്തെ ചോദ്യം കേരള കലാമണ്ഡലത്തിന്റെ പുതിയ വൈസ് ചാൻസലർ. ഉത്തരം ഓപ്ഷൻ സി ഡോക്ടർ ബി ആനന്ദകൃഷ്ണൻ. 46ാമത്തെ ചോദ്യം ഇന്ത്യയുടെ 12ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ആശയം താഴെ പറയുന്നവയിൽ ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി വേഗതയേറിയതും കൂടുതൽ ഉൾക്കൊള്ളുന്നതും സുസ്ഥിരവുമായ വളർച്ച. 47ാമത്തെ ചോദ്യം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് അല്ലെങ്കിൽ ഏതൊക്കെയാണ് ശരി? ഒന്നാമത്തെ പ്രസ്താവന RBI IMFൽ ഒരു അംഗമാണ്. രണ്ടാമത്തെ പ്രസ്താവന 1935 ഏപ്രിൽ 1 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിതമായത്. മൂന്നാമത്തെ പ്രസ്താവന ഉഷ തോർട്ടായിരുന്നു ആദ്യത്തെ വനിതാ RBI ഗവർണർ. ഇതിൽ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ എ ഒള്ളി 1 and 2. അതായത് RBI IMFൽ ഒരു അംഗമാണ്, അത് ശരിയാണ്. രണ്ടാമത്തെ പ്രസ്താവന എന്ന് പറയുന്നത് 1935 ഏപ്രിൽ 1 RBI സ്ഥാപിതമായത്. ഇത് രണ്ടുമാണ് ശരിയായ പ്രസ്താവന. 48ാമത്തെ ചോദ്യം GSTക്ക് കീഴിലുള്ള ഇറക്കുമതിക്ക് താഴെ പറയുന്ന നികുതികളിൽ ഏതാണ് ചുമത്തുക? ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ബി IGST.
49-ാമത്തെ ചോദ്യം, ഫലപ്രദമായ റവന്യൂ കമ്മി ERD ഏതിന് തുല്യമാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ എ, റവന്യൂ കമ്മി മൈനസ് മൂലധന ആസ്തികൾ സൃഷ്ടിക്കുന്നതിനുള്ള ഗ്രാന്റ് ഇൻ എയ്ഡ്. 50-ാമത്തെ ചോദ്യം, 2024 സാമ്പത്തിക സർവേയുടെ ബദലാണ് ദ ഇന്ത്യൻ ഇക്കോണമി എ റിവ്യൂ എന്ന തലക്കെട്ടിലുള്ള റിപ്പോർട്ട് എഴുതിയത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി, വി അനന്തനാഗേശ്വരൻ. 51 മാത്സ് ചോദ്യങ്ങളാണ്. 51-ാമത്തെ ചോദ്യം, 6 പുരുഷന്മാർക്കും 7 സ്ത്രീകൾക്കും 12 ദിവസം കൊണ്ടൊരു ജോലി പൂർത്തിയാക്കാൻ കഴിയും. 2 പുരുഷന്മാർക്കും 5 സ്ത്രീകൾക്കും 20 ദിവസം കൊണ്ട് ആ ജോലി പൂർത്തിയാക്കാൻ കഴിയും. എങ്കിൽ 10 പുരുഷന്മാർക്ക് എത്ര ദിവസം കൊണ്ട് ആ ജോലി പൂർത്തിയാക്കാൻ കഴിയും? ഉത്തരം വരുന്നത് ഓപ്ഷൻ സി, 24. 52 PQRS എന്നിവ ഒരേ ബിന്ദുവിൽ നിന്ന് ഒരു വൃത്താകൃതിയിലുള്ള പാതയിൽ അതേ ദിശയിൽ 1 കിലോമീറ്റർ ചുറ്റളവുള്ള ഒരു പൂന്തോട്ടത്തിന് ചുറ്റും നടക്കാൻ ആരംഭിക്കുന്നു. P മണിക്കൂറിൽ 5 കിലോമീറ്ററും Q മണിക്കൂറിൽ 4 കിലോമീറ്ററും R മണിക്കൂറിൽ 7 കിലോമീറ്ററും S മണിക്കൂറിൽ 11 കിലോമീറ്ററും നടക്കുന്നു. സ്റ്റാർട്ടിംഗ് പോയിന്റിൽ 4 പേരും വീണ്ടും കണ്ടുമുട്ടാൻ എത്ര സമയമെടുക്കും? ഉത്തരം ഓപ്ഷൻ സി, 1 മണിക്കൂർ. 53-ാമത്തെ ചോദ്യം, -343/2/3 എന്നതിന്റെ മൂല്യം? ഉത്തരം ഓപ്ഷൻ എ, 49. 54-ാമത്തെ ചോദ്യം, 10 സെന്റിമീറ്റർ വ്യാസമുള്ള ഈയത്തിന്റെ ഖരഗോളത്തിൽ നിന്ന് 2 സെന്റിമീറ്റർ വ്യാസമുള്ള എത്ര പന്തുകൾ നിർമ്മിക്കാൻ കഴിയും? ഉത്തരം ഓപ്ഷൻ ഡി, 125. 55-ാമത്തെ ചോദ്യം, ഒരു സമാന്തര ശ്രേണിയുടെ 7-ാമത്തെ പദത്തിന്റെ 7 മടങ്ങ് അതിന്റെ 11-ാം പദത്തിന്റെ 11 മടങ്ങിന് തുല്യമാണെങ്കിൽ സമാന്തര ശ്രേണിയുടെ 18-ാം പദം ഡാഷ് ആയിരിക്കും. ഉത്തരം ഓപ്ഷൻ ബി, 0. 56-ാമത്തെ ചോദ്യം, 2025 കലണ്ടർ ഡാഷ് വർഷത്തിനും സമാനമായിരിക്കും. ഉത്തരം ഓപ്ഷൻ എ, 2031. 57 7 അംഗങ്ങളാണ് കുടുംബത്തിൽ താമസിക്കുന്നത്. പിയുടെ മകളാണ് ക്യു, ആറിന്റെ സഹോദരനാണ് ബി, എയുടെ അമ്മായിയമ്മയാണ് ജി, എയുമായി ബി വിവാഹിതനാണ്, ക്യുവിന്റെ അമ്മാവനാണ് ബി, ഡി ആണ് ബിയുടെ പിതാവ്. ബിക്ക് പിയുമായുള്ള ബന്ധം എന്താണ്? ഉത്തരം ഓപ്ഷൻ സി, അളിയൻ. 58-ാമത്തെ ചോദ്യം, രാജുവും രാധയും ഒരേ സ്ഥലത്ത് നിന്നാണ് തുടങ്ങുന്നത്. രാജു 5 കിലോമീറ്റർ കിഴക്കും പിന്നീട് 6 കിലോമീറ്റർ വടക്ക് കിഴക്കും പിന്തുടർന്നു. രാധ 4 കിലോമീറ്റർ തെക്കും പിന്നീട് 4 കിലോമീറ്റർ തെക്ക് കിഴക്കും പിന്തുടർന്നു. രാജുവും രാധയും തമ്മിലുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം കിലോമീറ്ററിൽ എത്രയാണ്? ഉത്തരം ഓപ്ഷൻ ബി, 12.80 കിലോമീറ്റർ. 59-ാമത്തെ ചോദ്യം, 6 പേർ ഒരു നിരയിൽ ഇരിക്കുന്നു. Y ആണ് എക്സിനും ആറിനും ഇടയിൽ ഇരിക്കുന്നത്. എക്സ് ആണ് ഇസഡിനടുത്തിരിക്കുന്നത്. അങ്ങേയറ്റം ഇടത്തുവശത്തിരിക്കുന്ന പിയുടെ അടുത്ത് ഇസഡ് ഇരിക്കുന്നു. ക്യു ആറിനടുത്തിരിക്കുന്നു. എക്സിനോട് ചേർന്നിരിക്കുന്നത് ആരൊക്കെയാണ്? ഉത്തരം ഓപ്ഷൻ എ, ഇസഡും വൈയും. 60-ാമത്തെ ചോദ്യം, 4 സുഹൃത്തുക്കൾ പ്ലം കേക്ക് പങ്കിടുകയായിരുന്നു. ഏറ്റവും പ്രായമുള്ള സുഹൃത്തിന് ഒരു തുണ്ട് കേക്ക് അധികമായി ലഭിക്കുമെന്ന് അവർ തീരുമാനിച്ചു. റാം രാജിനേക്കാൾ 2 മാസം മൂത്തതാണ്. ജയിനേക്കാൾ 3 മാസം ഇളയതാണ്. രാജിനേക്കാൾ 1 മാസം മൂത്തതാണ് സാം. അധിക കേക്ക് ആർക്കാണ് ലഭിക്കേണ്ടത്? ഉത്തരം ഓപ്ഷൻ സി, ജയ്. 61-ാമത്തെ ചോദ്യം, അരുൺ ബസ്സിൽ 25 കിലോമീറ്റർ 50 മീറ്ററും കാറിൽ 7 കിലോമീറ്റർ 265 മീറ്ററും ബാക്കി 1 കിലോമീറ്റർ 30 മീറ്ററും നടന്നു. അവൻ ആകെ എത്ര കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചു? ഉത്തരം ഓപ്ഷൻ എ, 33.345 കിലോമീറ്റർ. 62-ാമത്തെ ചോദ്യം, ഒരു വിദ്യാർത്ഥി വിജയിക്കണമെങ്കിൽ ഒരു പരീക്ഷയിൽ 40% മാർക്ക് നേടിയിരിക്കണം. അവൻ 320 മാർക്ക് വാങ്ങി 80 മാർക്കിന് തോറ്റു. എന്നാൽ പരമാവധി മാർക്ക് എത്ര? ഉത്തരം ഓപ്ഷൻ ബി, 1000. 63-ാമത്തെ ചോദ്യം, ഒരു ലേഖനം 10% ലാഭത്തിൽ വിറ്റു. 250 എണ്ണം കൂടി വിറ്റിരുന്നെങ്കിൽ 20% നേട്ടമുണ്ടാകുമായിരുന്നു. അപ്പോൾ ലേഖനത്തിന്റെ വില? ഉത്തരം ഓപ്ഷൻ എ, 2500.
64-ാമത്തെ ചോദ്യം 10.5% എന്ന ലളിതമായ പലിശ നിരക്കിൽ 2 വർഷത്തേക്ക് നിക്ഷേപിച്ച തുകയ്ക്ക് 2 വർഷത്തിനുള്ളിൽ അതേ പലിശ 2 വർഷത്തേക്ക് അതായത് വാർഷികം സംയോജിപ്പിച്ച് കൂട്ടുപലിശയ്ക്കായി നിക്ഷേപിച്ചാൽ ലഭിക്കും. അപ്പോൾ കൂട്ടുപലിശയുടെ നിരക്ക്. ഉത്തരം ഓപ്ഷൻ ബി 10. 65-ാമത്തെ ചോദ്യം സീത 1 മണിക്കൂർ കൊണ്ട് ഒരു പുസ്തകത്തിന്റെ 1/4 ഭാഗം വായിച്ചു തീർത്തു. 1/5 മണിക്കൂറിനുള്ളിൽ പുസ്തകത്തിന്റെ എത്ര ഭാഗം വായിക്കും? ഉത്തരം ഓപ്ഷൻ ഡി 11/20. 66-ാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ഒറ്റയാനെ കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ഡി ഡേവിസ് കപ്പ്. 67 ബന്ധം കണ്ടുപിടിക്കാനുള്ള ചോദ്യമായിരുന്നു. പ്രശ്നം അനുമാനമാണെങ്കിൽ ഡാഷ് പ്രവചനം. ഏതെങ്കിലും ഓപ്ഷനുകൾ ഉപയോഗിച്ച് ശൂന്യത പൂരിപ്പിക്കുക. ഉത്തരമായി വരുന്നത് ഓപ്ഷൻ സി പരീക്ഷണം. 68-ാമത്തെ ചോദ്യം റൈഡ് എന്നത് 36 ആയും ഡെസ്ക് എന്നത് 39 ആയും കോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ റിസ്കിന്റെ കോഡ് എന്തായിരിക്കും? ഉത്തരം ഓപ്ഷൻ ബി 57. 69-ാമത്തെ ചോദ്യം താഴെ പറയുന്ന ശ്രേണിയിലെ തെറ്റായ നമ്പർ കണ്ടെത്തുക. നമ്പർ ഇതൊക്കെയാണ്: 3, 10, 31, 90, 283. ഇതിൽ ഉത്തരം ഓപ്ഷൻ സി 90. 70-ാമത്തെ ചോദ്യം 4-നും 5-നും ഇടയിൽ ഏത് സമയത്താണ് ഒരു ക്ലോക്കിന്റെ കൈകൾ ലംബകോണിൽ ഉണ്ടാവുക? ഉത്തരം ഓപ്ഷൻ ബി 4:38 2/11 മിനിറ്റ്. 71-ാമത്തെ ചോദ്യം ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് സെന്റൻസ് വാട്ട് എ സൂപ്പർ ഷോ. ഇതിന്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ഡി എക്സ്ക്ലമേറ്ററി സെന്റൻസ്. 72-ാമത്തെ ചോദ്യം യൂസ് ആൻ അപ്രോപ്രിയേറ്റ് ആർട്ടിക്കിൾ. ക്വസ്റ്റ്യൻ ഹി ഡിഡിന്റ് ഗെറ്റ് ഡാഷ് ജോബ് ഹി അപ്ലൈഡ് ഫോർ. ഉത്തരം ഓപ്ഷൻ സി ഹി ഡിഡിന്റ് ഗെറ്റ് ദ ജോബ് ഹി അപ്ലൈഡ് ഫോർ. 73-ാമത്തെ ചോദ്യം മിഖായേൽ ഈസ് ഡാഷ് ദാൻ നടാഷ. ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ഡി ഓൾഡർ. നേരത്തെ പറഞ്ഞതിൽ എൽഡർ എന്നായിരുന്നു. ഇതിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ഓൾഡർ. മിഖായേൽ ഈസ് ഓൾഡർ ദാൻ നതാഷ. 74 ഐ ലുക്ക് ഫോർവേഡ് ഡാഷ് ഫ്രം യു. ഉത്തരം ഓപ്ഷൻ സി ടു ഹിയറിംഗ്. 75-ാമത്തെ ചോദ്യം റിപ്പോർട്ട് ദ സെന്റൻസ് ജോഷുവ സെഡ് ടു മോം ഐ ഹാവ് ബീൻ ഹിയർ. ഉത്തരം ഓപ്ഷൻ ഡി ജോഷുവ ടോൾഡ് മോം ദാറ്റ് ഹി ഹാഡ് ബീൻ ദെയർ. 76-ാമത്തെ ചോദ്യം വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദി ഇഡിയമാറ്റിക് എക്സ്പ്രഷൻ റൗണ്ട് ദ കോർണർ. ഉത്തരം ഓപ്ഷൻ എ വെരി നിയർ. 77-ാമത്തെ ചോദ്യം ചൂസ് ദ കോമ്പൗണ്ട് വേർഡ് ഫ്രം ദ വേർഡ്സ് ഗിവൺ ബിലോ. ഉത്തരം ഓപ്ഷൻ ബി ഹോൾവേ. 78-ാമത്തെ ചോദ്യം വാട്ട് ഈസ് ദ ഫീമെയിൽ ടൈഗർ കോൾഡ്. ഉത്തരം ഓപ്ഷൻ എ ടൈഗ്രസ്. 79 എ പ്രിഫിക്സ് ഈസ് ലെറ്റേഴ്സ് ദാറ്റ് കം അറ്റ് ദ ഡാഷ് ഓഫ് എ വേർഡ്. ഉത്തരം ഓപ്ഷൻ സി ബിഗിനിങ്. 80 പ്രിപ്പയർ ദ ഡാഷ് ഓഫ് യുവർ റിസർച്ച് വർക്ക്. ഉത്തരം ഓപ്ഷൻ എ സിനോപ്സിസ്. 81-ാമത്തെ ചോദ്യം ചൂസ് ദ കറക്റ്റ് ക്വസ്റ്റ്യൻ ടാഗ്. ക്വസ്റ്റ്യൻ സംതിങ് ഹാപ്പൻഡ് അറ്റ് ദ കോളേജ്. ഉത്തരം ഓപ്ഷൻ സി ഡിഡിന്റ് ഇറ്റ്. 82 പുട്ട് ഇൻ ദ കറക്റ്റ് പ്രിപ്പോസിഷൻ. ക്വസ്റ്റ്യൻ ദ പ്രോഗ്രാം സ്റ്റാർട്ട്സ് ഡാഷ് 8:15 AM. ഉത്തരം ഓപ്ഷൻ എ അറ്റ്. 83-ാമത്തെ ചോദ്യം ചൂസ് ദ കറക്റ്റ് ഓൾട്ടർനേറ്റീവ് ഫ്രം ദോസ് ഗിവൺ ആസ് ഓപ്ഷൻസ്. ക്വസ്റ്റ്യൻ ഇതാണ് ദ പ്രിൻസിപ്പൽ ഡാഷ് ടു സ്പീക്ക് ടു യു. ഉത്തരമായി വരുന്നത് ഓപ്ഷൻ എ വോൺസ്. 84 ടേൺ ദ ഗിവൺ സെന്റൻസ് ഫ്രം ആക്റ്റീവ് വോയിസ് ടു പാസീവ് വോയിസ്. സ്പെസിഫൈ വിച്ച് ഓഫ് ദ ഫോളോയിങ് ആൻസർ ഈസ് റൈറ്റ്. ക്വസ്റ്റ്യൻ ഇതാണ് മേരി ഓപ്പൺഡ് ദ ഡോർ. ഉത്തരം ഓപ്ഷൻ ബി ദ ഡോർ വാസ് ഓപ്പൺഡ് ബൈ മേരി. 85-ാമത്തെ ചോദ്യം ഐഡന്റിഫൈ ദ ബെസ്റ്റ് വേ ടു എക്സ്പ്രസ് ദ ഇന്റൻഡഡ് ഐഡിയ ഇൻ ദ ഫോളോയിങ്. ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ബി ഐ ലൈക്ക് ഹെർ ചൈൽഡ് ലൈക്ക് ഫേസ്. 86-ാമത്തെ ചോദ്യം കംപ്ലീറ്റ് ദ ഗിവൺ സെന്റൻസ് യൂസിങ് എ സ്യൂട്ടബിൾ ഫ്രേസൽ വെർബ്. ക്വസ്റ്റ്യൻ ഇതാണ് ഐ അറേഞ്ച് ടു മീറ്റ് ടോണി ഇൻ ദ മോൾ യെസ്റ്റർഡേ ബട്ട് ഹി ഡിഡിന്റ് ഡാഷ്. ഉത്തരം ഓപ്ഷൻ ബി ടേൺ അപ്പ്. 87-ാമത്തെ ചോദ്യം ഫൈൻഡ് ദ സിനോണിയം ഓഫ് ദ വേർഡ് അമിക്കബിൾ. ഉത്തരം ഓപ്ഷൻ സി ഫ്രണ്ട്ലി. 88-ാമത്തെ ചോദ്യം വിച്ച് ഓഫ് ദ ഫോളോയിങ് വേർഡ് ഈസ് ഓപ്പോസിറ്റ് ടു ദ വേർഡ് കോഷ്യസ്. ഉത്തരം ഓപ്ഷൻ എ റെക്ലെസ്. 89-ാമത്തെ ചോദ്യം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ്ലി സ്പെൽറ്റ്. ഉത്തരം ഓപ്ഷൻ സി കാറ്റാസ്ട്രോഫിയുടെ സ്പെല്ലിംഗ് CATASTROPHE. ഇപ്പോൾ ഉത്തരം ഓപ്ഷൻ സി ആണ് വരുന്നത്.
90-ാമത്തെ ചോദ്യം, ഫൈൻഡ് വൺ വേർഡ് ഫോർ എ പേഴ്സൺ ഹു ഹാസ് നോ മണി. ഉത്തരം ഓപ്ഷൻ ഡി പോപ്പർ. 91-ാമത്തെ ചോദ്യം, രാജാവും ഋഷിയുമായവൻ. ഇത് ഒറ്റപ്പദമാക്കുക. ഉത്തരം ഓപ്ഷൻ ഡി രാജർഷി. 92, സുധൻ എന്ന പദത്തിന്റെ സ്ത്രീലിംഗം എഴുതുക. ഉത്തരം ഓപ്ഷൻ ബി സുധ. 93, മേഘം എന്നർത്ഥം വരുന്ന പദം ഏത്? ഉത്തരം ഓപ്ഷൻ ബി വാരിതം. 94, ദൃഢം എന്ന പദത്തിന്റെ വിപരീത പദം എഴുതുക. ഉത്തരം ഓപ്ഷൻ ഡി ശിഥിലം. 95, പുത്രൻ എന്ന പദത്തിന്റെ പര്യായ പദം അല്ലാത്തതേത്? ഉത്തരം ഓപ്ഷൻ എ ജനകൻ. 96, തീ പ്ലസ് കനൽ എന്നത് ചേർത്തെഴുതുക. ഉത്തരം ഓപ്ഷൻ സി തീക്കനൽ. 97, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഒരു വാക്ക് മാത്രമേ ശരിയായി എഴുതിയിട്ടുള്ളൂ. അതേത്? ഉത്തരം ഓപ്ഷൻ ബി ആണ് ലേഖകൻ. ലേഖകൻ. 98-ാമത്തെ ചോദ്യം, പൂജക ബഹുവചനത്തിന് ഉദാഹരണം ഏത്? ഉത്തരം ഓപ്ഷൻ സി ഗുരുക്കൾ. 99, 800 എന്ന പദം പിരിച്ചെഴുതുക. ഉത്തരം ഓപ്ഷൻ ബി എൺ പ്ലസ് 100. 100-ാമത്തെ ചോദ്യം, കൂപമണ്ഡൂകം എന്ന ശൈലിയുടെ അർത്ഥമെന്ത്? ഉത്തരം ഓപ്ഷൻ സി ലോകവിവരം ഇല്ലാത്തവൻ.